Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ചോളെ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. ചോളെ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് 1 കപ്പ് വെള്ളക്കടലയാണ്. വെള്ളക്കടല നന്നായി കഴുകിയ ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത ശേഷം വെള്ളം കളഞ്ഞാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്കറിലേക്ക് ചോളി സോക്ക് ചെയ്ത ശേഷം നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 കപ്പോളം സോക്ഡ് ചന്ന ഉണ്ടാവും. ഇതിൻ്റെ വെയിറ്റ് പറയുവാണെങ്കിൽ 180 grams ആണ് 1 കപ്പ് ലെവൽ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ചോളി കുക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബട്ടർ ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ബേ ലീഫ് കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് പ്രഷർ കുക്ക് ചെയ്യാം. ഇപ്പോൾ കുക്കറിൽ കടല വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ബട്ടർ, അതിൽ കുറച്ച് ഓയിലും കൂടെ. ബട്ടറും എണ്ണയും ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സിനമൺ, 2 ഏലക്ക, 1 കഷ്ണം ഗ്രാമ്പൂ, അതേപോലെ ബ്ലാക്ക് കാർഡമം ഒരെണ്ണം. ബ്ലാക്ക് കാർഡമം കയ്യിലില്ലെങ്കിൽ ഗ്രീൻ കാർഡമം മാത്രം ഉപയോഗിച്ചാൽ മതി. ആ സ്പൈസസ് ഇട്ട് നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 3 ചെറിയ സവാളയാണ്. റഫായിട്ട് കട്ട് ചെയ്തിട്ട് മെഷർ ചെയ്യുവാണെങ്കിൽ 1 കപ്പ് ഉണ്ടാവും. അപ്പോൾ സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കാം. നമ്മളിത് അരയ്ക്കാനായിട്ടുള്ളൊരു മിക്സ്ചറാണ്, അതുകൊണ്ടാണ് വലിയ വലിയ പീസസ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നു, ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. സവാളയൊക്കെ ഇവിടെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ്, അതിനോടൊപ്പം തന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഇതേപോലെ ചോപ്പ് ചെയ്തതൊക്കെ ചേർക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ ടൈമായിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇത് തീ കുറച്ച് അടച്ചു വെച്ച് ആ സവോളയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വേവണം, വെള്ളം മൊത്തം പറ്റി വരണം, അതുവരെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കടല ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് 10 മിനിറ്റ് വെച്ച് ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇവിടെ അണിയൻസും ടൊമാറ്റോസും ഒക്കെ വെന്തിട്ടുണ്ട്. ഈ വെള്ളം പറ്റിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം എല്ലാം പറ്റി, ഇനി ഓഫ് ചെയ്യാം. കൂളായ ശേഷം ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സറിൻ്റെ ചൂടാറി നമുക്ക് ഈ സ്പൈസസ് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ സ്പൈസസ് ഹോൾ സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റണം. അതുകൊണ്ട് ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമാവും. ഇത് അരച്ചെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ബട്ടർ, 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്, കൂടാതെ കുറച്ച് ഓയിലും കൂടെ. ഈ ബട്ടർ മെൽറ്റായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം.
1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ജീരകം പൊടിച്ചത്. വല്ലാണ്ട് കരിഞ്ഞു പോയിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ടത്. നല്ലൊരു നിറവും കിട്ടും. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന അണിയൻ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബാക്കി അരപ്പും കൂടെ റിൻസ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് മൂക്കണം. എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഷുഗർ ഇടാനായിട്ടുണ്ട്. 1 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. അപ്പോൾ ടൊമാറ്റോയുടെ പുളിയൊക്കെ ഇത് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഷുഗർ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ കടല ചെക്ക് ചെയ്യാം. നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റോളം വേവിച്ചു. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അതൊക്കെ ആ കടല വേവിച്ച് വെള്ളത്തോടു കൂടെ തന്നെ ചേർത്തു. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഈ ഫ്ലേവർ കടലയിലേക്ക് പിടിക്കണം. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഹോൾ സ്പൈസസ് റിമൂവ് ചെയ്യാം. നമ്മൾ സാധാരണ കടല വെച്ചിട്ട് ചോള മസാലയൊക്കെയാണല്ലോ ഉണ്ടായത്. പിന്നെ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള കറി. ഇതൊരു വ്യത്യാസമാണ്, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഇത് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം. ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റോളം കുക്ക് ചെയ്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് എപ്പോഴും ഉപ്പിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കി എപ്പോഴും ടേസ്റ്റ് നോക്കിയ ശേഷം ചേർക്കുക. അപ്പോൾ ചോള ബട്ടർ മസാല ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്രീം ചേർക്കും. ഫ്രഷ് ക്രീം ചേർക്കാതെ തന്നെ നല്ല ക്രീമി ആൻഡ് റിച്ച് ആണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. മിക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു തിക്നെസ്സിൽ തന്നെ എടുക്കുന്നത്. ഇത് ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കായി വരും. അതുകൊണ്ട് ഈ ഒരു അയവിൽ എടുക്കുക. ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില ഇടാം. ഇപ്പോൾ ഇവിടെ ഉപ്പൊക്കെ പാകത്തിനാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. ചോളെ ബട്ടർ മസാല ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് റോട്ടി, നാൻ, ബട്ടൂരയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. കൂടാതെ ചപ്പാത്തിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.